അമ്മൂമ്മ നിന്നോടേ ഞാൻ പിറവത്ത് കൃഷി ഓഫീസിലൊന്ന് പോകാൻ പറഞ്ഞായിരുന്നോ? അപ്പൊ നീ എന്താ പറഞ്ഞേ? നിനക്ക് ഭയങ്കര ടെൻഷനാണ്, നിനക്ക് തിരക്കാണ് എന്നൊക്കെ. ഇപ്പൊ നിനക്ക് ഒരു തിരക്കുമല്ലോ, ഇവിടെ ഇങ്ങനെ 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 കിടക്കുവാണല്ലോ. അമ്മൂമ്മ എവിടെ വേണമെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഞാൻ പൊക്കോളാം. കൃഷി ഓഫീസിൽ നാളെ പോവാം, പ്രശ്നം കഴിഞ്ഞല്ല. നിന്നെ വളർത്തി ഇവിടെ എല്ലാവരുടെ വഷളാക്കി വെച്ചേക്കുവാ. നീ ആയിരുന്നു ആകെ ഒരു പ്രതീക്ഷ, അതും പോയി കിട്ടി. പ്രതീക്ഷ ഇല്ലെങ്കിൽ വേണ്ട, പ്രശ്നം കഴിഞ്ഞല്ല. അമ്മൂമ്മ ഒന്ന് പോയേ. ഒറ്റ എണ്ണം വെച്ചോണ്ട് ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിരിക്കുക. ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, എന്നാ വല്ല പറഞ്ഞു പോകും. അങ്ങോട്ട് എന്തോന്നമ്മ, എന്തിനാണ് ഇത്ര സ്ട്രെസ് എടുത്ത് സംസാരിക്കണേ? വല്ല പ്രഷറും കേറും. എന്തെങ്കിലും കേറി അങ്ങ് പോയാ മതിയായിരുന്നു, ഒന്നും കാണും കേൾക്കും വേണ്ടല്ലോ. എന്തോ പ്രശ്നം? അമ്മ ആരും സമാനപ്പെട്. ഇപ്പഴേ അമ്മായി പറഞ്ഞ പോലെ വെറുതെ സ്ട്രെസ് എടുത്ത് ഇല്ലാത്ത അസുഖമൊന്നും വരുത്തിക്കാൻ നിൽക്കല്ലേ. ഒരു കാര്യം ഞാൻ എല്ലാവരോടും കൂടെ പറഞ്ഞേക്കാം, ഇവിടെ പാറുവിന്റെ കാര്യം ഒഴിച്ച് ബാക്കിയുള്ളവരാരും ആരുടെയും കാര്യത്തിൽ ചുമ്മാ ഇടപെടാൻ നിൽക്കണ്ട. ആരും കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. ഇവിടെ ദൈവം സഹായിച്ച് ഒരു കുറവില്ലാണ്ടെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് ദൈവത്തിനോട് നന്ദി പറ. അത് മോൻ പറഞ്ഞത് സത്യമാ. ഇവിടെ എല്ലാം കുറച്ച് കൂടിപ്പോയി, അതാ ഇവിടുത്തെ കുറവ്. என்னம்மா இது? உங்களுக்கு நல்லது சொன்னாலும் எப்படி சொன்னாலும் புரியவே புரியாது. சித்து உங்களோட நல்லதுக்கு தானே சொல்றான். ഓഹോ, ഇപ്പൊ എല്ലാരും കൂടെ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുവാന്നു. ഇതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അമ്മൂമ്മക്ക് ഞങ്ങളെ ഉപദേശിക്കാം, പക്ഷെ നമ്മൾ എന്തെങ്കിലും കാര്യം അമ്മൂമ്മക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അമ്മൂമ്മ നമ്മളെടുത്ത് ദേഷ്യപ്പെടും. നീയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഉപദേശിക്കാൻ. നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞാൻ ഒന്നും മിണ്ടാൻ വരുന്നില്ല. കേശുവാണ് ഇവിടെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്. തന്നെ ഞാൻ തന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കണത്. എവിടെ അമ്മയെ ഞാൻ വെല്ലം വിളിച്ചാൻ പറയും കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് നന്നായി കൂടറാ. അവൻ ആരടുത്ത് ബഹുമാനവും ഇല്ല, ഒരു സ്നേഹവും ഇല്ല. എന്ത് നമ്മളെ പറഞ്ഞാ മതിയല്ല. பாவம் கௌரி, அவளுக்கு ரொம்ப வருத்தம் இருக்கு. ചേട്ടൻ എല്ലാവരെയും കൊണ്ട് വെറുപ്പിക്കാൻ നോക്കുവാണോ? മൊത്തത്തിൽ നീ ഒരു വള്ളിയാണല്ലോ അളിയാ, വള്ളി. അത് തന്നെ. ശരിയാവില്ല. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അളിയാ, എന്താണ് ഒരു ടെൻഷൻ പോലെ? എന്തുണ്ടെങ്കിലും നീ എന്റെ അടുത്ത് കാര്യം പറ. എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഒട്ടും ഓക്കെ അല്ലല്ലോ നീ. എന്താടാ? ഇപ്പൊ ഞാൻ ടെൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കണ്ട, ഇപ്പൊ അളിയും ചോദിച്ച പോലെ സ്നേഹത്തോടാണ് ചോദിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മറുപടി പറയും, ഇല്ലേ? അല്ല പിന്നെ നേരത്തെ അമ്മൂമ്മ ചോദിച്ച പോലെ ഒരുമാതിരി കടിച്ചേറി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയല്ലേ മറുപടി കൊടുക്കുള്ളൂ. എടാ, അത് ഈ ഓരോരുത്തരും ഡീൽ ചെയ്യുന്നത് ഓരോ രീതിക്കല്ലേ. എടാ, അമ്മൂമ്മയ്ക്കൊക്കെ നല്ല പ്രായമില്ലേടാ, അപ്പൊ അവര് ഡീൽ ചെയ്യുമ്പോ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല. അമ്മൂമ്മയ്ക്ക് നിന്റെ കാര്യത്തിൽ നല്ല പ്രതീക്ഷയുണ്ട്, പക്ഷെ ആ പ്രതീക്ഷ എനിക്കില്ല. പിന്നെ കാര്യങ്ങളൊന്നും നിന്റെ അടുത്ത് തെളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നീ എല്ലാം തികഞ്ഞാണല്ലേ. അല്ലല്ല, എന്താണ് പ്രശ്നം? പറഞ്ഞോ. നേരത്തെ സംസാരിച്ചപ്പോഴളിയാ ബാക്കിയൊക്കെ അങ്ങ് പോട്ടെന്ന് വയ്ക്ക. അമ്മായി എടുത്തേ എന്തോ പറഞ്ഞത് എനിക്ക് വേണം. അമ്മായിക്ക് സങ്കടമായെന്ന് ഡൗട്ട്. അതെ, അമ്മായി ഒന്ന് വിളിക്കൂ. അമ്മായിനെ ഞാൻ വിളിക്കാം, പക്ഷെ നേരത്തെ പോലെ വഴക്കാവരുത്. അല്ലെ, നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞോണ്ട് പറഞ്ഞല്ല. മാത്രല്ല ഇപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അമ്മായി വരാൻ പോണില്ല, വന്നാലും ഉടക്കാൻ നിൽക്കും. അല്ലെ ഒന്ന് ഓക്കെ, വെയിറ്റ്. എന്തോ എന്ത് സിദ്ധു? ഇങ്ങനെ ബാ. അവരിങ്ങോട്ട് ഞാൻ വരൂല.
അമ്മായി സംഭവം എന്തെങ്കിലും സംഭവിച്ചതെന്ന് വെച്ചാലേ അത് ഒന്നാമത് ഞാൻ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞപ്പോ ചെറുതായിട്ട് കടുത്തു പോയതാണ്. അതിപ്പോ നമ്മൾ അത്ര വലിയ കാര്യം എടുക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കണം? അടി ഉണ്ടാക്കുന്ന ഇപ്പൊ ഇവിടെ ഒരു സ്ഥിരം ജോലിയാണല്ലോ. നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ച ഓർഡർ ചെയ്യും വിളിച്ചിട്ടാണ് ഇവിടെ എല്ലാരും വരുന്നേ. എന്റെ പൊന്നുമക്കളൊന്നും മിണ്ടാതിരിക്കൂ. ഉണ്ടായിരിക്കാം. അമ്മായി സോറി. സാരില്ലടാ പോട്ട്, ഈ കൊച്ചിറക്കനല്ലേ, നിനക്ക് വിവരമില്ലെന്ന് ഞങ്ങൾ അങ്ങ് വിചാരിച്ചോളാം. കണ്ടാ കണ്ടാ കൊച്ചിറക്കല്ലേ വിവരമില്ലെന്ന് വിചാരിച്ചോളാം. ഇതുകൊണ്ടാണ് ഞാൻ ഒന്നും സംസാരിക്കാൻ വരാത്തത്. അമ്മായി നീ വലിയ ഇറക്കനാ. എന്താ എന്റെ പ്രശ്നം? നീ കാര്യം പറ. എവിടെന്നോ വേഷ കിട്ടിക്കാണും. അതിന് കുറച്ച് പുളിക്കും. എവന്റെ വിചാരം എവൻ വലിയ സംഭവമാണെന്നാണ്. എന്നെ തല്ലണം. എന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് അവിടെ ഇരുന്ന അമ്മായിയെ വിളിച്ചു വരുത്തി ഞാൻ സോറി പറയാൻ നിന്ന്. എന്നെ തല്ലണം. അല്ലട്ടെ എടാ, നീ കാര്യം എന്താണെന്ന് പറ. ഇന്ന് എന്റെ റിസൾട്ട് വരും. അയ്യോ, റിസൾട്ട് വരാൻ പോണോ? അപ്പൊ ഇന്ന് എല്ലാവർക്കും മുട്ടക്കറിയായിരിക്കും. ചേട്ടൻ എന്തായാലും തോക്കുമല്ലോ, അപ്പൊ കൊറേ മുട്ടയൊക്കെ ഉണ്ടായിരുമല്ലോ. ഈ സമയത്ത് ഇങ്ങനത്തെ ഫണ്ടൊന്നും അടിക്കില്ല. പാറു മക്കളെ ഉരുകി തീന്നു കഴിഞ്ഞാൽ. കേശു, റിസൾട്ട് ഓൺലൈനിൽ നോക്കാൻ പറ്റുമല്ലോ. എത്ര മണിക്ക് പറഞ്ഞു? അത് രാവിലെ 10 മണിയായിരുന്നു പറഞ്ഞിരുന്നേ. ഇപ്പൊ 2 മണി പറയണു. അതിന്റെ ഒരു ടെൻഷനിലായിരുന്നു രാവിലെ പോലെ. അളിയാ എടാ എന്തിനാണ് നീ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? അന്ന് എക്സാം കഴിഞ്ഞ് വന്നപ്പോ നീ നല്ല രീതിയിൽ എല്ലാം അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞാണല്ലോ. അല്ലടയാ, എഴുതുകയൊക്കെ ചെയ്ത്, എന്നാലും ടെൻഷൻ കാണുമല്ലോ. പരീക്ഷയൊക്കെ എഴുതി വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഡയലോഗ് അടി ആയിരുന്നല്ല. റിസൾട്ട് വരുമ്പോ കാണാം. അളിയാ നീ മുങ്ങണ്ടി വരുവാ? ഇല്ലടയാ, അത്രയും ഗതിയൊന്നുമില്ല. എല്ലാം എഴുതി ഓക്കെയാണ്, കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ എന്നാലും അവിടെ എവിടെ എന്തെങ്കിലും ഒക്കെ പറ്റിപ്പോയി ചിലപ്പോ കുറഞ്ഞു പോയാലോ. മാർക്ക് എങ്ങാനും കുറഞ്ഞ അമ്മൂമ്മ പഞ്ഞിക്കിടും. ചേട്ടാ, ഒന്നാമത് ചേട്ടന്റെ അടുത്ത് വിദ്യാസമ്പന്നനാണ്. അതും മലയാളം മെയിൻ. ഞാനേ ഇവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോണ്. റിസൾട്ട് വന്നിട്ട് ഞാൻ വരാം. സകല ദൈവങ്ങളെയും വിളിച്ചോ. തോന്നില്ല ദൈവത്തിനെ വിളിക്കണേ. സാമ്പാദ്യ ദൈവം ബാധ്യതാണല്ലോ. 10ലും +2ലും അവന് ഫുൾ A+ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ എന്തോ ഭയങ്കര ടെൻഷൻ അവന്. ഉഴപ്പാണെന്നറിയാം, അതുകൊണ്ടായിരിക്കും. ആര് പറയണ? വിദ്യാസമ്പന്നയാ. നല്ല ചിരി.